ഹലോ. ഹലോ അനു. അനീഷേ, ഞാനിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടാ. ഇന്ന് വരുവോ? നീയല്ലേ പറഞ്ഞിന് വരെ. നന്നായി. ഞാൻ ഉച്ചക്ക് ട്രെയിനിൽ വരും. രാത്രി 8 മണിക്ക് 8 മണിക്ക് എപ്പോ? നീ അവിടെ വരൂലേ? ഞാൻ വരാം. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞെല്ലാം ഓർമ്മയുണ്ട്. എന്നിട്ട് എപ്പോഴും അനുവിന്റെ വീട്ടിലേക്കല്ലേ പോവാ? അനു ഒറ്റക്കനല്ലേ വരുവോ? ഇനി അയാളൊപ്പം വരുമൊന്നുമില്ലല്ലോ? ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അല്ല, നല്ല ഞാൻ പറഞ്ഞ എല്ലാം ചെയ്തിട്ടില്ലേ? എന്ന് ഇന്ന് വീട്ടിൽ പോയിട്ട് ഉള്ള പരിപാടി അറിയാലോ? അതെല്ലാം ഞാൻ റെഡിയാക്കി. അല്ല, അനീഷല്ലേ പറഞ്ഞേ ഞാൻ അയാളെക്കാളും നല്ല രീതിയിൽ അനുവിന് ചെയ്തു തരും. അതെല്ലാം അങ്ങനെയാവും. വൈകുന്നേരം രാത്രിയിൽ വരുവാ? ഞാൻ അമ്മയോട് എന്നിട്ട് എന്നിട്ട് എനക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ അന്നേരം? ഇല്ല, പൊളിച്ചൊക്കെ പോയാ മതി. പൊളിച്ചൊക്കെ പോകണ്ടേ? ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. അധികം പോയണ്ടെന്നും പറയും. ഇഷ്ടപടി മുതൽ ഫുൾ ടൈം എനിക്ക് അനീഷിനെ കിട്ടണം. ഞാനും ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഇന്ന് അതിന് നോക്കിക്കോ. ഇന്ന് രാത്രി തന്നെയാണ്. അതെങ്കിലും ഞാൻ പറഞ്ഞേ. അനീഷ് എന്തെല്ലായിരുന്നു ചെയ്യുക? അതതിനു ഞാൻ ഇന്ന് അതിനു കാണാതെ പലതും ഞാൻ ചെയ്യും. ഞാൻ നോക്കട്ടെ. നോക്കിക്കോ. എന്നോട് ഇനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ ചെയ്തോളൂ. അതന്നെ എനിക്കിഷ്ടം. പിന്നെ മോശമായി പോയി എന്നൊന്നും പറയണ്ട. എനക്കറിയുമ്പോഴല്ലേ ഞാൻ ചെയ്യൂ. മോശം അല്ല, ഞാനും പറഞ്ഞത് അനീഷ് ഞാൻ പഠിപ്പിച്ചു തരും. പുതിയ കുറെ പഠിപ്പിക്കുന്നല്ലേ? അതല്ലേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഠിപ്പിക്കുവാ? ഒറ്റ ദിവസമൊന്നും വേണ്ട, പറഞ്ഞ പാഠം തന്നെ പഠിക്കും. ഇത് പഠിക്കുന്നില്ലല്ലോ. അത് എന്തായാലും ഞാൻ അനു പറയും പോലെ ചെയ്യും. അല്ല, എന്നാ 2-3 ദിവസമായിട്ട് പോയോണ്ട് അവിടെ വീട്ടിന്റെ അവിടെയെല്ലാം പൂട്ടിയിട്ടല്ലേ ഉണ്ടാവുക? അതൊന്നും കാര്യമില്ല. അത് ഞാൻ വൃത്തിയാക്കിയിട്ട് അവിടെ വെക്കാം. വീട്ടിന്റെ രണ്ടാക്കും കൂടിയിട്ട് വൃത്തിയാക്കാം. വൃത്തിയാക്കാനൊന്നും സമയം ഉണ്ടാവൂല അനു. വന്നാല് നോക്കിക്കോ. അനുവല്ലേ ആദ്യം പറഞ്ഞ റൂമിൽ പോണ്ട, വീട്ടിലേക്ക് പോണ്ട, നമുക്ക് റൂം എടുക്കാം. അങ്ങനെ എടുത്താലോ? എനക്കെന്തായാലും കുഴപ്പമില്ല. നോക്കാം. അന്നേരം രാവിലെ അനു ഒറ്റക്ക് വീട്ടിൽ പോകേണ്ടി വരൂലേ? ഉണ്ടാവൂലേ? അല്ല, രാവിലെ ഞാൻ പോവൂലേ? അപ്പൊ ഞാനും വരാം. എന്റെ വീട്ടിലേക്കാ? അല്ല, എന്റെ വീട്ടിലേക്ക്. അന്നേരം അനു ഒറ്റക്ക് വീട്ടിൽ പോണ്ടെന്നാ പറഞ്ഞേ, വൃത്തിയിലാക്കാൻ. ഇപ്പൊ അനീഷ് പറയുന്ന റൂമിൽ പോണോ വീട്ടിൽ പോണോ? എനിക്ക് എന്തായാലും കുഴപ്പമില്ല, വീട്ടിൽ പോവാന്നാല്. അതാവുമ്പോ പിന്നെ വേറെ ആരും കാണുന്നുള്ളതൊന്നുമില്ലല്ലോ. റൂം എടുക്കുമ്പോ പിന്നെയും ആളെല്ലാം ഉണ്ടാവൂലേ? ഉണ്ടാവും. അത് പേടിയാണല്ലോ റൂമില്. അനുവിന്റെ വീട്ടിൽ തന്നെ പോവാ നല്ല. വീട്ടിലാകുമ്പോ നമുക്ക് സ്വസ്ഥമായിട്ട് ഒച്ചയും ബഹളമൊന്നും ഉണ്ടായാലും ആരും കേൾക്കൂലല്ലോ. ഇന്ന് അനു വരുന്ന തന്നെ എനിക്ക് വലിയ സന്തോഷായി. അനീഷ് ഒച്ച ഉണ്ടാക്കും, ഞാനും ഒച്ച ഉണ്ടാക്കും. ഞാൻ അങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കില്ലല്ലോ. അനുവല്ലേ നല്ല ഒച്ച ഉണ്ടാക്കുവോ?
അനീഷിനെ മനസ്സിലായിട്ട. സൗണ്ട് നല്ലോണം അനുഭവം ഉണ്ടാക്കല്. ഞാൻ അങ്ങനെയൊന്നും അമ്മ എനക്ക് അറിയില്ല. സൗണ്ട് എല്ലാം ഉണ്ട് ലാസ്റ്റ്. അതറിയാണ്ടായി പോന്നില്ലേനു. അങ്ങനെ ഞാനും അനു ഇങ്ങനെ അമർത്തി പിടിക്കും, പിന്നെ സൗണ്ടെല്ലാം തനിയെ വരും. ഞാൻ അമർത്തി പിടിക്കൊന്നുമില്ല. അത് സാരമില്ല, അമർത്തി പിടിക്കുന്നത് നല്ലല്ലേ. അനീഷിന് ഇപ്പം തന്നെ ഇതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ഇനിയിപ്പൊ രാത്രി ആയിരുന്നവരെ നിക്കണ്ടേ. അനീഷിപ്പം ജോലിക്ക് പോയിട്ടില്ലല്ലേ? പോയിന്, അതെന്താന്നല്ലേ പറഞ്ഞേ. ഞാൻ വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുവേ. നല്ല മണമുള്ള സ്പ്രേയിൽ അടിച്ചോട്ടോ. സ്പ്രേയിൽ അടിക്കും. എന്നാ പിന്നെ കുളിക്കണ്ട. കുളിക്കണ്ടേ? അത് വേണ്ടായിരുന്നു, ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ അനീഷ് കുളിച്ചിട്ട് വേണം. ഞാൻ പോയി കുളിച്ചോളൂ. കുളിച്ചോ, അപ്പോഴേക്ക് എന്നാ വൃത്തിയാക്കാണ്, ഞാൻ വൃത്തിയാക്കൂലേ. എന്റെ വീട്ടിൽ അതിനെന്നാ അപ്പോഴേക്ക് അതിനോനെ കുളിക്കാലോ. അനീഷ് എന്നെ അവിടെ കൊണ്ടാക്കിട്ട് പോവുകയോ വീട്ടില്? അല്ല, ഞാൻ പണി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവില്ലേ, എന്നിട്ട് കുളിച്ചിട്ട് വരൂ. എന്നിട്ട് നേരെ എന്നെ കൂട്ടാൻ വന്നിട്ട് എന്നിട്ട് ഞാൻ നേരെ അമ്മയോട് പറഞ്ഞിട്ട് രാവിലെ വരൂ, നമുക്ക് വേറെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കള്ളത്തരം പറ്റ വരൂ. ഞാൻ കുളിക്കുന്നവരെ അനീഷ് പുറത്തിരിക്കുവോ? അത് ഞാൻ ഇരുന്നോളൂ, നമുക്ക് നോക്കാം. എന്റെ ക്ഷമ പോയാലോ. അതിനും അങ്ങ് പോയിട്ട് നല്ലോണം ഗ്ലാമർ വെച്ചിന് ഒരാഴ്ച കൊണ്ട്. അറിയൂ, ഞാൻ വന്നിട്ട് നോക്കട്ടെ. എന്നിട്ട് ഡ്രസ് ഇടല്ലേ? ഏത് ഇഷ്ടമുള്ള ഏതാ ഏതിട്ടാലും മതി. എന്ന് പറഞ്ഞേ, മറ്റേ ഇത് ചോന്ന കളറ് അതിട്ട നല്ലുണ്ട്. ഇപ്പൊ എനക്ക് അനു ഏതിട്ടാലും മതി, ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുളിക്കണ്ടേ? കുളിക്കാണ്ടിരുന്നാലും ഇഷ്ട? എന്തായാലും കുഴപ്പമില്ല. അതല്ല അനുവിന്റെ ഇഷ്ടം, അനുവിന് വന്നാ മതി വേഗം. ഞാനിപ്പോ ഉച്ചയാണ്ടേ, ഉച്ചക്ക് രാത്രി വരെ ഇങ്ങെത്തിയ. ഇപ്പൊ എത്രയായ? 11 മണിയല്ലായിരുന്നു. ഞാൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ അനു വിളിച്ചു. അത്രയല്ലേ സമയമുള്ളൂ. ഇനി അത്രയും മതി. ഇത്രയും ദിവസം ഞാൻ മുള്ളുമ്പോ നിൽക്കുമ്പോഴല്ലോ. അയാളോട് പറഞ്ഞിട്ടില്ലേ പോന്നെ? അതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി അവൻ വിളിക്കുവോ? വിളിക്കൊന്നുമില്ല. വിളിക്കലുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പൊ ഒന്നും വരൂല പറഞ്ഞു. എന്തെന്നാ പറഞ്ഞേ? ഒന്നും പറ്റില്ല. ഇനി പോവോ? വന്നിട്ട് ഇനി പോവോ? ഞാൻ പോവില്ല. ഞാൻ അനീഷിനെ വിട്ടിട്ട് പോവില്ല കേട്ടാ. ഞാൻ പോണ്ടായിരുന്നു, നമുക്ക് ഇവിടെ നിക്കാം. അതിന് പോയിട്ട് നോക്കുമ്പോ നമുക്ക് എന്തല്ലോ പോലെ. എന്തല്ലോ പോലെ എന്ന് പറഞ്ഞാല് അതുകൊണ്ടല്ല, അനു പോയാലോ അനുവിനെ കാണണം തന്നെ വിചാരിക്കലേനു. വീണ്ടും വന്നാലേ അത് മാറും. ഇപ്പൊ ആലോചിച്ചിട്ട് എന്നാ ഇതായിരിക്കുമല്ലോ അതൊന്ന് പണിയെടുക്കാൻ നോക്കുന്നു. അത് അധികം അനുവിനെ ആലോചിക്കുമ്പോ അങ്ങനെ തന്നെ ആവും. അനുവിന് പിന്നെ അതൊന്നും പ്രശ്നമില്ലല്ലോ, ആടെ ആളുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയണ്ടേ? ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട, വേഗം വന്നു. എന്നിട്ടാണ് ബാക്കി.
എന്നാ ഏ വേറെ എന്നാ വേറെ ഒന്നുമില്ല. ഇനി എങ്ങനെയാ ഇനി ഒപ്പരം വരുമ്പോ അയാള് റെയിൽവേ സ്റ്റേഷനിൽ വരുവോ കൊണ്ടൊക്കെ? ഒറ്റക്ക വരുവോ? ഇല്ല, ഞാൻ ഒറ്റക്ക വരുവോ? അയാളെന്തിനാ ചോദിക്കുന്നു? ഞാൻ ചോദിച്ചാണ്. പഴയ അയാളെ ഞാൻ കളഞ്ഞിട്ട് വയ്ക്കുന്നു. ആദ്യം കളഞ്ഞ അതെന്താ? പറഞ്ഞിട്ട് തെറ്റിയപ്പോ? പറഞ്ഞിട്ട് തെറ്റിയൊന്നല്ല, അയാളെ മതിയാക്കി. ഇങ്ങ് വന്നിട്ട് അന്നേ പറയണം പറയുന്ന പിന്നെ തേച്ചും പറഞ്ഞിട്ടില്ല. വന്നിട്ടാകുമ്പോ മൊത്തം പറഞ്ഞു തരണേ. അത് ഞാൻ പറയാറുണ്ട്. പിന്നെ അനീഷിന് സംശയമല്ല. സംശയമൊന്നുമില്ല, അതിന് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാനല്ലല്ലോ. ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ അനീഷ് എന്നെ സംശയത്തോടെ ഇടപാടുന്നു. കുറച്ച് പറഞ്ഞപ്പോ തന്നെ അനുവല്ലേ പറഞ്ഞ അയാൾ അങ്ങനെ നമ്മള് പണ്ടേ ഒറ്റയായിട്ട് ഉള്ള ആ സംശയം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മതി, ഇനി പറയണ്ടെന്ന് വിചാരിച്ചു. സംശയമൊന്നുമില്ല, വന്നിട്ട് പറഞ്ഞു തന്നു. ആദ്യവും തുടങ്ങുവാ? ഇല്ല, അതിന് പാവ് ഞാൻ വരാനല്ലേ നോക്കുന്നു. ബുദ്ധി കൂടിയല്ലേ? എന്നാ പിന്നെ ഞാൻ വരണ്ട ഒരുക്കം നോക്കട്ടെ. എത്താനും വിളിക്കണേ. അതിന് ആ